തമിഴ് സിനിമയിലെ അറിയപ്പെടുന്ന നടനായ ശ്രീകാന്ത് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സിനിമകളുടെ പേരിലല്ല, മറിച്ച് ലഹരി കേസിലെ പ്രതിയായിട്ടാണ്. കഴിഞ്ഞ ദിവസമാണ് ശ്രീകാന്ത് ലഹരി കേസിൽ അറസ്റ്റിലായത്. നടന്റെ രക്തസാമ്പിളുകളുടെ പരിശോധനയിലാണ് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിച്ചത്. ശ്രീകാന്ത് 40 തവണയായി 8 ലക്ഷത്തോളം രൂപയുടെ മയക്കുമരുന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് അറസ്റ്റിലായ ഇടപാടുകാരൻ മൊഴി നൽകിയത്. നടൻ ശ്രീകാന്ത് അറസ്റ്റിലായത് കോളിവുഡിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരുന്നു. വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ശ്രീകാന്തിന്റെ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ചില മലയാള ചിത്രങ്ങളിലും ശ്രീകാന്ത് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് നായകനായ ഹീറോ, ഉപ്പുകണ്ടം ബ്രദേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രീകാന്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നടന്റെ അറസ്റ്റോടെ ശ്രീകാന്തിന്റെ വ്യക്തിജീവിതം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സംവിധായകൻ ശശി സംവിധാനം ചെയ്ത റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീകാന്ത് നായകനായി അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ശ്രീകാന്തിന്റെ വിവാഹവും വലിയ വിവാദമായിരുന്നു. 2008 ശ്രീകാന്തും വന്ദനയും വിവാഹിതരായത്. പ്രണയത്തിലായിരുന്ന ഇരുവരും വീട്ടുകാരറിയാതെ രഹസ്യമായിട്ടാണ് രജിസ്റ്റർ വിവാഹം കഴിച്ചത്. ഒരു വ്യവസായിയുടെ മകളും MBA ബിരുദധാരിയുമാണ് വന്ദന. ഭൂമി തർക്കവുമായ കേസിൽ വന്ദനയും കുടുംബവും ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ ശ്രീകാന്തിന്റെ മാതാപിതാക്കൾ വന്ദനയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം പിന്നീട് വന്ദനയെ സ്വീകരിക്കാൻ ശ്രീകാന്ത് വിസമ്മതിച്ചതോടെ വന്ദന പോലീസിൽ പരാതി നൽകി. വന്ദനയിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് ശ്രീകാന്ത് കുടുംബ കോടതിയിൽ ഹർജി നൽകി. എന്നാൽ വിവാഹമോചനത്തിന് വന്ദന സമ്മതിച്ചില്ല. പിന്നീട് ഏറെ നാളത്തെ കൗൺസിലിംഗിന് ശേഷമാണ് ഇരുവരും ഒന്നായത്. വന്ദന വഞ്ചനാ കേസിൽ ഉൾപ്പെട്ട കാര്യം താൻ വിവാഹത്തിനു ശേഷമാണ് അറിഞ്ഞതെന്ന് ശ്രീകാന്ത് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിക്കുകയും പിന്നീട് വലിയ പ്രശ്നങ്ങളില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തു. ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊടുവിൽ ആഘോഷമായി വിവാഹവും നടത്തി. ഇരുവർക്കും 2 മക്കളുമുണ്ട്. മാതൃകാ ദമ്പതികളായി ജീവിച്ച ശ്രീകാന്തിന്റെയും വന്ദനയുടെയും ജീവിതത്തിലുണ്ടായ ഈ അനിഷ്ട സംഭവങ്ങൾ സിനിമാ ലോകത്ത് വല്ല ചർച്ചയായിരിക്കുകയാണ്. സിനിമാ നിർമ്മാണത്തിനും വസ്ത്രാലങ്കാരത്തിനും സജീവമായ വന്ദനയും ശ്രീകാന്തും ചേർന്ന് ഗോൾഡൻ ഫ്രൈഡേ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി തുടങ്ങിയിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം ഇരുവരുടെയും ഐക്യത്തെ മാധ്യമങ്ങൾ പുകഴ്ത്തിയിരുന്നു. കുടുംബം ഒരുമിച്ച് നടത്തുന്ന യാത്രകളുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടിരുന്നു. സിനിമയിൽ പ്രതീക്ഷിച്ച പോലെ ഉയരാൻ കഴിയാതിരുന്നത് ശ്രീകാന്തിന് തിരിച്ചടിയായി. ഇപ്പോൾ വ്യക്തിജീവിതത്തിലും സിനിമാ ജീവിതത്തിലും അനുഭവിച്ച തിക്താനുഭവങ്ങളാണോ നടനെ ലഹരി ഉപയോഗത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത്.